ഇന്നസെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് രോഗം അറിയാം. അതാണ് ചേഞ്ച്. കുറച്ചുകൂടെ എങ്ങനെ പെരുമാറണം എന്നറിയാം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് ആ ഡോൺ മൂവി ചെയ്യുമ്പോ ഭയങ്കര വിലാട്ടായിരുന്നു എന്ന്. ഇങ്ങനെയായിരുന്നു എല്ലാ സ്ഥലത്തും. അത് ഒതുമേ സീരിയസ് ആവേ എടുത്തില്ല. എല്ലാം ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഒന്നും സീരിയസ് ആവേ എടുത്തില്ല. കരിയർ അല്ല, അല്ലാണ്ട് പേഴ്സണൽ ലൈഫ് ഞാൻ വന്ന് ഇതായിരുന്നു, വിലാട്ട്, കുസൃതി. ഇപ്പൊ അത്ര കുസൃതി ഇല്ല. ഇപ്പൊ കുറച്ച് സീരിയസ് ആണ്. ആസ് എ പേഴ്സൺ സീരിയസ് ആ മാറും. പക്ഷെ എല്ലാവരുടെ അടുത്തും കണ്ടാ സംസാരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിച്ചു 2 മിനിറ്റില് ശിവാംഗി ഓണാണ്. ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആള് തന്നെയാ ശിവാംഗി. ചില ആൾക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല സംസാരിച്ചു തുടങ്ങുമ്പോ. അപ്പൊ അങ്ങനെ നമ്മൾ വലുതാവുമ്പോ എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ആൾക്കാരെന്ന്? ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓക്കെ ഇത്രയും സംസാരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ട്. ആണോ? പക്ഷെ അത് കാണാറില്ലല്ലോ. അത് ആരെ തേവയാ അവരുടെ അടുത്ത്. ഓ, ആൾക്കാർക്ക് അനുസരിച്ചിരിക്കുന്നു. ഓക്കെ. പണ്ട് എനിക്ക് ആൾക്കാരെ കണ്ട മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ കണ്ടോണ്ടേ അവരെങ്ങനത്തെ ടൈപ്പാ എന്ന് മനസ്സിലായി. സംസാരിക്കുമ്പോഴേ അത്ര പെട്ടെന്ന് കിട്ടും. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അവരെ സംസാരിക്കുന്ന വിധത്തിലേ നമുക്ക് മനസ്സിലാവും. ഇയാള് കുറച്ച് കുറച്ച് അയ്യോ കുഴപ്പക്കാരനാണോ ഇല്ലെങ്കിൽ ഈ തിമിറിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? അഹങ്കാരി. ഇല്ലെങ്കിൽ മാത്യുവിന്റെ മുഖലക്ഷണം നോക്കിയെന്ന് പറഞ്ഞേ. മാത്യു പാവം ഉണ്മയിലേ വന്ന് പേഴ്സണൽ ലൈഫ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ്. പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതില്ല. അത് കണ്ടാലേ തോന്നുന്നു ഇല്ലെന്ന്. എന്തിനാ എന്താ ചില പേര് കണ്ടാലേ കണ്ടിപ്പാ ഇവനെല്ല ആളുണ്ടാവും. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ആളുണ്ടെന്ന് സത്യമായിട്ടില്ല. ഫോൺ വരെ ഞാൻ തരാം. ഇല്ല ശരിക്കും. അപ്പൊ തെറ്റിപ്പോയി. റീസെന്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയോ? എന്താ അല്ല, 1 വർഷം മുമ്പ് അല്ല. ഇല്ലല്ലോ, 1 വർഷമായിട്ടൊന്നും അല്ല. ഞാൻ കൊറേ കാലമായി സിംഗിളാ. വിശ്വസിക്കാനേ പറ്റില്ല. ഇപ്പൊ ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോ ഇതേപോലെ ആയിരിക്കും. ഇല്ല മാത്യുടെ കണ്ണ് പറഞ്ഞാലേ. എന്നിട്ട് മാത്യു ഒരു പാവം ആരുടെ ബിസിനസ്സിൽ തലയിടില്ല. കറക്റ്റാ? കൈ നോക്കി പറയൂ. ആരുടെ ബിസിനസ് തലയിട വരും, വേല ചെയ്യും, ജോലി ചെയ്യും, പോവും. ഒരു ഇതില്ല, ഒരു പ്ലേഫുൾനെസ് അങ്ങനത്തെ ഇല്ല. ഒരു നല്ല സീരിയസ് ആണ് ആള്. വെരി ഡെഡിക്കേറ്റഡ് ടു ദ വർക്ക്. ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇത്രയും മാറ്റി ഇരുത്തി പുകഴ്ത്തുമല്ലേ, അപ്പൊ ചിരിച്ചതാ. അതിന് തിരിച്ചു കോംപ്ലിമെന്റ് എന്തെങ്കിലും കൊടുത്തോ? ഞാൻ ചോദിച്ചില്ല. ചുമ്മാ ഇരിക്കട്ടെ, ഈച്ചക്ക് ഡബ് ചെയ്തല്ലേ, നായികക്ക് ഡബ് ചെയ്തല്ലേ. അല്ലല്ല, അത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഇതായിരുന്നു ഈച്ചയുടെ സൗണ്ട്. ഞാൻ കാര്യം കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ പാട്ട് വന്നപ്പോൾ ആദ്യം കേട്ട, പിന്നെ പടം കണ്ടപ്പോഴും ഭയങ്കര രസമുണ്ട്. സൗണ്ടും ഭയങ്കര ഒരു ക്യൂട്ട്. അല്ലെങ്കിൽ ആ ഈച്ച എങ്ങനെയാണോ ആ ഈച്ചനെ കാണാൻ നോക്കുന്നത്, അതിന്റെ ആ സൗണ്ടും ആണല്ലോ, രണ്ടും കൂടെ വരുമ്പോഴാണല്ലോ ഒരു എൻ്റയർ ക്യാരക്ടർ ഫോം ആവുന്നത്. അപ്പൊ അത് ഭയങ്കര. മലയാളത്തില് ഏത് പാട്ട് പാടും? വേറെ പാട്ട് പാടാം. മലയാള പാട്ടല്ലേ നിങ്ങക്ക് വേണ്ട? ഏതെങ്കിലും മലയാളം പാട്ട്. അതെ, നിങ്ങൾക്ക് ഇഷ്ടമല്ല മലയാളം പാട്ടെന്താ? എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഇല്ല, എനിക്ക് അങ്ങനെ ഇന്നൊരു സ്പെസിഫിക് ഇതൊന്നുമില്ല. കൊറേ എല്ലാം കേൾക്കും. റൊമാൻസിലെ പാട്ട് അറിയോ? ആ പടമേ ഞാൻ കണ്ടില്ലേ. ഞാൻ നിലാമലരെ പാടട്ടെ. ഈ ഈച്ചയായിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞില്ല, അതുപോലെ ഇപ്പൊ നമുക്ക് ഇപ്പം ചില സാധനങ്ങളോട് നമ്മൾ ഈ കാൽപ്പനികമായൊക്കെ പറയില്ലേ, ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ പറയുന്ന പോലെ പൂവിനോടും ഒക്കെ ഇഷ്ടം തോന്നുന്നതൊക്കെ നമ്മൾ അറിയുന്ന ഒരു സാധനമില്ലേ? അങ്ങനെ എന്തെങ്കിലും സാധനത്തിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? ഒരു അപ്പാർട്ട് ഫ്രം ഹ്യൂമൻ, ഒരു ഭയങ്കരമായിട്ട് ക്ലോസ് ടു ഹാർട്ട് ആയ ഒരു സാധനം? അല്ല, അതിപ്പോ നമുക്കിപ്പോ ഫസ്റ്റ് കാർ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം സ്പെഷ്യൽ ആയിരിക്കും. നമ്മളൊരു ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു സ്കൂട്ടറാണ് അല്ലെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സൈക്കിളൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഉപരി നമുക്കൊരു അതിനോടൊരു സ്നേഹവും അല്ലെങ്കിൽ ഒരു കെയർ ഒക്കെ ഉണ്ടാവും. സൈക്കിൾ പോലും അല്ല, ചിലപ്പോൾ നമ്മൾ എന്ത് പുതിയതായിട്ട് മേടിച്ചാലും
ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിലും നമുക്ക് കുറച്ചു കാലം അതിനോടൊരു ഇപ്പൊ ആദ്യമായിട്ടൊരു റബ്ബറൊക്കെ മേടിച്ചാൽ നമുക്ക് മായ്ക്കാൻ മടിയായിരിക്കും. അതെ, നമ്മള് ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. പിന്നെ അത് ഒന്നും കാര്യമാക്കണ്ട നമ്മള്. അപ്പൊ അങ്ങനെ ഡെഫിനറ്റ്ലി അങ്ങനെ പല പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. ഈ സംസാരിക്കുന്ന എന്തെങ്കിലും തിങ്സോ പൂച്ച ഉണ്ടായിരുന്നു ഗോവിന്ദൻ, അങ്ങനെ ആരോടെങ്കിലും അങ്ങനെ ഉണ്ടോ? ഗോവിന്ദൻ പഴയ വീട്ടില, ഇപ്പം മിണ്ടാറില്ല, പോവാറില്ല കാണാൻ? അപ്പൊ പോയി നോക്കും. അപ്പൊ കണക്ഷൻ ഉണ്ടായിരുന്നു ഗോവിന്ദനായിട്ട്? അതുപോലെ എന്റെ അമ്മയുടെ അത്ര അല്ല, പക്ഷേ അപ്പൊ വീട്ടിൽ വരും ഞാൻ ഇങ്ങനെ നോക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ, എനിക്ക് എന്തോ വേറെ ആരുടെ കൂടെ ഒരു കണക്ഷനേ ഇല്ല. മനുഷ്യന്മാരോടുള്ള കണക്ഷൻ തിങ്സിനോട് ഇല്ലാതാണോ അതോ എല്ലാം ഒരുപോലെയാണ്? തിങ്സിനോട് ആക്ച്വലി ഇല്ല. എന്നാ എനിക്കിപ്പോ മേക്കപ്പ് സാധനം അത്ര ഇഷ്ടല്ല. അല്ല, ഒരു ഇതെന്നാ കാറൊന്നും അത്ര താല്പര്യമില്ല. എന്തിനാ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറിന്റെ വാല്യൂ പോകും. അതൊരു ഡെപ്രിഷ്യബിൾ അസറ്റ്. സോ അതെനിക്ക് ഇഷ്ടല്ല. എന്നിട്ട് ടെക്നിക്കലി എന്നിട്ട് അങ്ങനെ നോക്കിയാ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ചില മാലയൊക്കെ വാങ്ങുമ്പോഴേ അങ്ങനെ നോക്കിയാ എനിക്ക് ബാഗ് ഇഷ്ടമാണ്. ബാഗ് ഞാൻ വാങ്ങിക്കുന്ന ബാഗുകൾ കൊറേ കളക്ഷൻ ഉണ്ടോ? ഇങ്ങനെ എക്സ്പെൻസീവ് വാങ്ങണം എന്നാണോ? എക്സ്പെൻസീവ് വന്ന് ഈ ലൂയി വിട്ടാണ്, ഷെനയില്, ഗൂച്ചി അങ്ങനെ. ഇപ്പൊ ഞാൻ മിഡ് റേഞ്ചിലിരിക്കുക, ഹോപ്പ്ഫുള്ളി ആ റേഞ്ചിൽ പോകും. ഇതിൽ ക്രേസിനെസ് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയപ്പം അതിന്റെ താഴെ വന്ന കമന്റ്, എനിക്ക് നാട്ടിലെ ഗ്യാങ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാളെ കമന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ മാത്യുവിന് പെട്ടെന്ന് തന്നെ വളരെ ചെറിയ 18 ആകുമ്പോഴേക്കും ഇൻഡസ്ട്രിയിൽ വന്നു. ഒരു നാട്ടിലെ ഗ്യാങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു? നാട്ടിലെ ഗ്യാങ് പണ്ടേ അങ്ങനെ എനിക്ക് കുറവാണ്. കസിൻസ് ആണ് ആക്ച്വലി അടുത്ത്. ഞാൻ വീടിന്റെ അടുത്ത് കസിൻസിന്റെ വീടുണ്ട്, അങ്ങനെ കസിൻസ് ഉണ്ട്. ഗ്യാങ് ആസിന് എനിക്ക് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും നമ്മള്. അപ്പൊ എല്ലാരും അടുത്ത് തന്നെയാ, അങ്ങനെ വലിയ ദൂരമൊന്നും അല്ല. എല്ലാരും എറണാകുളത്തുള്ളവർ തന്നെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണും. ഇപ്പൊ എല്ലാരും പല പല സ്ഥലത്താണ്, പക്ഷെ എല്ലാരും വരുമ്പോ കാണും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഏജിലാവുന്നേ എന്റെ കൂട്ടുകാർക്ക് ഇല്ലല്ലോ ഒരു മാറ്റം. എന്താ ചേഞ്ച് ഉണ്ടായത്? കോളേജ് ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ഇങ്ങനെ പക്കത്തില് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു മെയിൻലി. എനിക്കങ്ങനെ ഗ്യാങ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഒരു ക്ലോസ് ഫ്രണ്ട്സ് എവിടെ ട്രിപ്പ് പോകുന്ന ഒരു ഫ്രണ്ട്സ് ഇല്ലേ? അത് അവര് ഇപ്പോ റീസെന്റ് ആയിട്ട് ഫ്രണ്ട്സ് ആയതാ. പക്ഷെ ചെറിയ വയസ്സിലെ ഒരു ഗ്യാങ് അങ്ങനെയൊന്നും അല്ല. ഞാൻ ചെറിയ വയസ്സിലെ ഇതിന്റെ ഉള്ളിൽ വന്നോണ്ട് എല്ലാമേ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അമ്മയും അച്ഛനും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും ആണല്ലോ അല്ലെ എപ്പോഴും? അതെ അതെ, അതൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ഇപ്പൊ ഉള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാ? ഇതുപോലെ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന വൈബിങ് അത് ഒരുമാതിരി എന്താ പറയണ്ടേ, പറയേണ്ട ആവശ്യമല്ല, എല്ലാമേ അവർക്കേ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഇത്. എന്നാ ഒരു ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് നിന്ന് കിട്ടാത്തതല്ല അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മാതിരിയേ ഒരു ഫീലിംഗ്.